പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിലെ 9 മുതലുള്ള തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 9-10. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. അപ്പോൾ ആരാണ് എന്നെ സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആരെ എന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും. ഇരട്ടവാലൻ എന്ന് പറഞ്ഞ പക്ഷിനെ കണ്ടുണ്ടോ? ഓ, അങ്ങനെ ഒരു പക്ഷിയുണ്ട്. ഈ കരണ്ട് തിന്നുന്ന പറഞ്ഞാൽ എന്താ? അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പഴങ്ങളും മറ്റൊക്കെ അത് കരണ്ട് തിന്നും. അപ്പോൾ ദൈവം വചനം പറയുകയാണ്: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആരെന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നത്? ഇനിയാണ് പറയുന്നത്: പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. ഒരു വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്, എന്നോടും നിങ്ങളോടും ദൈവം ഇപ്രകാരം ചോദിക്കുകയാണ്: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന്. നാം പലപ്പോഴും പുതിയൊരു ജനാധിപത്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുതിയൊരു മന്ത്രിസഭ കടന്നു വരാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വോട്ടിംഗ് ഒക്കെ നടത്തിയത്. നല്ലത് തന്നെയാണ്. കറക്റ്റ്, ദൈവം ആഗ്രഹിക്കുന്ന മന്ത്രിസഭ വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് ഇവിടെ ദൈവമായ കർത്താവിനെ സഹായിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസം നിങ്ങളിൽ എത്ര പേർക്കുണ്ട് എന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെല്ലാവരും കൊന്ത ചെല്ലുന്നവരാണ്, അല്ലെങ്കിൽ ധ്യാനിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജപമാലയിലെ ആദ്യത്തെ രഹസ്യം, അല്ലെങ്കിൽ നമ്മൾ തിങ്കൾ ദിവസത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന ജപമാല രഹസ്യം ഏതായിരിക്കും? സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ അല്ലേ? ഉറപ്പല്ലേ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സന്തോഷത്തിന്റെ ഈ രഹസ്യങ്ങളിൽ 5 രഹസ്യം നിങ്ങൾ ധ്യാനിച്ചോ? അതിലെവിടെ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞുതരോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാലയിലെ സന്തോഷത്തിന്റെ രഹസ്യങ്ങളിൽ 5 രഹസ്യങ്ങളിലും എവിടെയാണ് സന്തോഷം എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ രഹസ്യം എന്താ? ഇപ്പൊ ഞാൻ തന്നെയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ആരെ അറിയിച്ചു? കല്യാണം പോലും കഴിക്കാത്ത, അതായത് പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ അവളോട് ചെന്ന് പറയാണ്: മോളെ, നീ എന്താ ഗർഭിണിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ രഹസ്യത്തിലെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് സഭ നമ്മളോട് പറയുകയാണ്: ധ്യാനിക്കു മക്കളെ, ഇതാണ് സന്തോഷം. എന്നാൽ നമ്മൾ ഈ ചെറുപ്പം തൊട്ട് ഈ രഹസ്യമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാ. പക്ഷേ കർത്താവ് ചോദിക്കുകയാണ്: നീ അവിടെ സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ നീ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു സാധാരണ വ്യക്തി ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്കൊരു സന്തോഷം കാണാൻ സാധിക്കില്ലാന്നേ. വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ ഗർഭിണിയാകുന്നു, അവൾ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്നു. എന്നിട്ട് ഇവളോട് സന്തോഷം എന്ന് പറയുമ്പോൾ എവിടെയാ സന്തോഷം? ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, എലിസബത്ത് ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ 3-4 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഈ ഗർഭിണിയായ പെൺകുട്ടി കുത്തനെയുള്ള മലമുകളിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ എവിടെയാ സന്തോഷം? അവൾ സഹിച്ചുകൊണ്ട് അതിന്റെ മുകളിലേക്ക് പോവുക. എന്നിട്ട് അവളുടെ ചർച്ചക്കാരി ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുകയാണ്. എത്ര മാസം ശുശ്രൂഷിക്കുന്നത്?
അപ്പോൾ 3 മാസം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവള് മാത്രമല്ല വളരുന്നത്, അവളുടെ ഉദരത്തിലുള്ള. അപ്പൊ അവൾ തിരിച്ചിറങ്ങുമ്പോൾ അവളുടെ വയറ് വീർത്തിട്ടുണ്ട്. പോകുന്ന പോലെയല്ല. മലയാറ്റൂർ മലയിലേക്ക് കയറുന്നവർക്ക് അറിയാന്ന്, നമ്മൾ മലയുടെ മുകളിലേക്ക് കയറാൻ മുത്തപ്പോ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലൊക്കെ മുകളിലേക്ക് ഇങ്ങനെ തപ്പിപ്പിടിച്ചൊക്കെ കയറി മണ്ടയിലെത്തും. പക്ഷെ ഇറങ്ങണ സമയത്ത് നമ്മുടെ ശരീരം കെട്ടുന്നിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ, കയറാൻ പിന്നെയും നമ്മൾ ബുദ്ധിമുട്ടി നമുക്ക് കയറാൻ പറ്റും, പക്ഷെ ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ അവൾ മുകളിലേക്ക് എത്തി തിരിച്ചവളുടെ വീട്ടിലേക്ക് പോരണമെങ്കിൽ അവൾക്ക് അതിന്റെ ഇരട്ടി എനർജി ഉപയോഗിക്കണം. എന്നിട്ടാ പറയുന്നത് അവളെ പോയതിനെ കുറിച്ച് സന്തോഷിക്കാതിരുന്നിട്ട്. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 3-ാമത്തെ രഹസ്യത്തിൽ വന്നേ. 3-ാമത്തെ രഹസ്യം എന്താ പറയുന്നേ? നമ്മുടെ കർത്താവായ യേശു മിശിഹായ ബെത്ലഹേം നഗരിയിൽ എവിടെയാണ്? ഒരു കാലിത്തൊഴുത്തില്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതത്തില് നമ്മൾ ഇന്നലെ വോട്ട് ചെയ്യാൻ പോയ പോലെ ഒരു കണക്ക് രേഖപ്പെടുത്താൻ പോയതാ. എന്നാൽ അവരെവിടെയാണോ ചെന്നത്, ആ ചെന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കുവാൻ ഒരു മുറി അന്വേഷിച്ചിട്ട് ഒരാൾ പോലും അവർക്ക് എന്ത് കൊടുത്തില്ല? മുറി കൊടുത്തില്ലാന്നേ. ഇതിനെ കുറിച്ച് നമ്മളോട് സന്തോഷിക്കാൻ പറയാ സഭ. ഇനിയിപ്പൊ ഞാൻ പ്രൊട്ടസ്റ്റന്റാന്ന് പറയോ നിങ്ങള്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു മുറി അല്ലെങ്കിൽ ഒന്ന് ഈ പ്രസവിക്കാൻ ഒരു സ്ഥലം, ഒരു സത്രം, ഒരു ഹോസ്പിറ്റല്, ഇതൊന്നും കിട്ടാതെ വരുമ്പോഴുള്ള ഒരു അനുഭവം. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത്, ജോസഫിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യമുണ്ട്, എടോ തനിക്കൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഇല്ലേ, നമ്മൾ പലപ്പോഴും ചോദിക്കില്ല നമ്മുടെ ഭർത്താക്കന്മാരോട്, അല്ല താൻ ഈ ഭർത്താവാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ജോസഫ് എന്ത് ചെയ്യാനാ? അവസാനം ജോസഫ് ഒരു സ്ഥലം കണ്ടുപിടിച്ച്. എവിടെയാ? തൊഴുത്തില് പശുവിന് പുല്ലിടുന്ന സ്ഥലത്ത്. മക്കളെ വായോ, നീ ഇവിടെ കിടക്ക്, പ്രസവിച്ചോ. അപ്പോൾ മാതാവ് ഇതാണോ ഞാൻ പറഞ്ഞ മുറി എന്ന് ചോദിക്കല്ല ചെയ്തത്. അവിടെ പ്രസവിച്ച കുഞ്ഞിനെ കിടത്തി. ഹല്ലേലൂയ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 4-ാമത്തെ രഹസ്യത്തിലേക്ക് നിങ്ങൾ വന്നേ. 4-ാമത്തെ രഹസ്യത്തിൽ എന്താ പറയുന്നത്? ആ 40 ദിവസം ആകുമ്പോഴേക്ക് ആ കുഞ്ഞിനെ കർത്താവിന്റെ മുമ്പിൽ അടിയറ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം കുഞ്ഞിനെ ഇതാ കൊണ്ടുവെച്ചിക്കണു. കർത്താവ് ഇതാ നിനക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 5-ാമത്തെ രഹസ്യത്തിൽ വന്നേ. 12 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഈശോനെ കാണാല്. ആ 3 ദിവസം തിന്ന തീയെ ആർക്കറിയുള്ളൂ? മാതാവിനോ അവൻ്റെ അപ്പനോ അറിയുള്ളൂ. ഹല്ലേലൂയ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, ഈ 5 രഹസ്യത്തിലും സന്തോഷത്തിന്റെ ഒരു പുൽനാമ്പ് പോലും കാണാൻ സാധിക്കുന്നില്ല എന്ന് നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ 5 രഹസ്യവും നീ ധ്യാനിച്ച്, യഥാർത്ഥത്തിൽ നീ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്റെ സന്തോഷം ഇരട്ടിയായി നിനക്ക് ആസ്വദിക്കാം, അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് കർത്താവ് ഇന്ന് നമ്മൾ പറഞ്ഞ വചനം പറയുന്നത്, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു എന്ന വലിയ സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. വലതുകർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തിന്റെ 5 രഹസ്യങ്ങളിലും ഒരിക്കൽ പോലും സന്തോഷം കണ്ടെത്താൻ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നിന്റെ ബുദ്ധിതലം കൊണ്ടോ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ എപ്പോഴാണോ കർത്താവ് എന്നെ സഹായിക്കുന്നു എന്ന മനോഭാവം നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്, അപ്പോൾ നിനക്ക് ആ 5 രഹസ്യങ്ങളിലും എന്ത് കാണാൻ സാധിക്കും? സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്ക് എടുത്തോണ്ട് ചോദിച്ച വല്ലതും മനസ്സിലായോ എന്ന്? ഇനി മനസ്സിലായിട്ടില്ലും പേടിക്കണ്ട കേട്ടേ, 1:30 ആകുമ്പോൾ പരിപാടി നിർത്തിക്കോളും. ഹല്ലേലൂയ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു, ആര് എന്നെ കുറ്റം വിധിക്കും? എന്നെ കുറ്റം വിധിക്കുന്നവരെല്ലാം അവർ വസ്ത്രം പോലെ പഴുകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിന്റെയും ഔസേപ്പിതാവിന്റെയും ജീവിതത്തിൽ ജനം ഒന്നടങ്കം കുറ്റം പറയുകയും ഒന്നടങ്കം കളിയാക്കുകയും അല്ലെ, ആ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുട്ടി, വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാവുകയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ജോസഫിനോട് അവന്റെ കൂട്ടുകാരും അവന്റെ ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ടാവും, എടാ മണ്ട, അവള് ഏതോ വേറെ ചെറുക്കന്റെ കൂടെ കിടന്നിട്ടുണ്ടായ ഗർഭ നിന്റെ തലയ്ക്ക് വെക്കാൻ പോവുകയാ, മാറിക്കോ, ഓടി രക്ഷപ്പെട്ടോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർ രണ്ടുപേരും ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് അവർ രണ്ടുപേരുടെയും പേര് നമ്മൾ പറയുക. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയും വളർത്തപ്പനായി മാറിയതുകൊണ്ട് മാത്രം. അന്ന് ജോസഫ് അവിടെ നിന്ന് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഔസേപ്പിതാവിൻ്റെ പേര് നമ്മുടെ ബുക്കിലോ നമ്മുടെ മെമ്മറിയിലുണ്ടാകുമോ? ഒരാളും മിണ്ടത്തില്ലാന്ന്. അന്ന് പരിശുദ്ധ മാതാവ് അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ അമ്മയെ കൊണ്ട് അല്ലെങ്കിൽ ഈ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടാവില്ല. എന്നാൽ എപ്പോഴാണോ അവർ തങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു രഹസ്യത്തെ, എന്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു എന്ന വലിയ വിശ്വാസത്തോടെ സ്വീകരിച്ചത്, അപ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ അവരെയെല്ലാം പരിഹസിച്ചവർ പഴുകിയ ഉടുപ്പ് പോലെ എന്ത് ചെയ്തു എന്ന് പറയണേ? പഴുകിപ്പോക. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് ഗാകുൽത്ത ധ്യാനമന്ദിരം അല്ലെങ്കിൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയുടെ പ്രധാന നിയോഗമാണ് എന്ത്? ഗാകുൽത്ത ഫ്രൈഡേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിന്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണോ ആ നിയോഗങ്ങളെയെല്ലാം കുരിശിന്റെ വഴിയിലൂടെ സമർപ്പിച്ച് ആ നിയോഗങ്ങൾക്കൊരു ഉത്തരമുണ്ട് എന്ന്, കർത്താവ് ആ നിയോഗങ്ങൾക്കൊരു ഉത്തരം നൽകുമെന്ന് ഇന്ന് കാണിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വെള്ളിയാഴ്ചയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയുകയാണ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഹല്ലേലൂയ. സ്വരമെത്തി പറയാ ഹല്ലേലൂയ. 10-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? There is a question mark. ഇവിടെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭയമുണ്ടാകണം, ഭർത്താവിന് ഭാര്യയോട് ഭയമുണ്ടാകണം. ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പേടിയല്ല കേട്ടോ. മക്കൾക്ക് മാതാപിതാക്കളോടൊരു ഭയം ഉണ്ടാകണം. ഇവിടെ ഭയം എന്ന് പറയുന്നത് കൊണ്ട് റെസ്പെക്ട്, ബഹുമാനം. ഹല്ലേലൂയ. നിങ്ങളുടെ തൊട്ടടുത്ത് കസേരയിലിരിക്കുന്ന ആളെ നിങ്ങൾക്കൊരു ഭയം വേണം. കാരണം എന്താ? നിങ്ങളുടെ കാലെടുത്തിട്ട് അയാളുടെ മേത്ത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് മേത്തേക്ക് ഇരിക്കാൻ പറ്റുമോ? അവിടെ ഭയം എന്ന് പറയുന്നത് എന്താ? ഒരു റെസ്പെക്റ്റ് ആണ്. തൊട്ടടുത്തിരിക്കുന്ന ആളെയും കൂടി ഒന്ന് ബഹുമാനിക്കണം. കർത്താവ് പറയുകയാണ്, ആരാണോ എന്നെ ഭയപ്പെടുന്നത്, അതായത് പേടിക്കാനല്ല കേട്ടോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. കർത്താവിനെ പേടിക്കാനല്ല പറയുന്നത്. ഒരു കുഞ്ഞിനെ തന്റെ അപ്പനോടും അമ്മയോടും പേടിയല്ല വേണ്ടത്, ഭയമാണ് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അറ്റുപോയിട്ടും ഇനി ഒരു രക്ഷയില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ ജീവിതത്തിലെ പ്രകാശമൊക്കെ കെട്ടുപോയി, അങ്ങനെ നീ അന്ധകാരത്തിലാണ് നടക്കുന്നതെങ്കിലും വചനം പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. നിന്റെ ജീവിത പ്രകാശം കെട്ടുപോയിട്ടും അന്ധകാരമാണെങ്കിലും നീ ആ വഴിയിലൂടെ നടന്നു പോകുന്നേ. ഹല്ലേലൂയ. നിന്നെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ വെള്ളിയാഴ്ച ഈ ഗാകുൽത്ത ധ്യാന മന്ദിരത്തിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ ഈ ഗാകുൽത്ത ധ്യാന മന്ദിരത്തിനോട് ചേർന്ന് നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബെന്യച്ചന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ
ഇന്ന് നിന്റെ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്ന് നീ ഒന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദ ലോർഡ്. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കൈയടിച്ച നിങ്ങള്. കിട്ടുന്നല്ല കേട്ടോ, നമ്മളിപ്പോ കൈയടിച്ചത് എന്തിനാ? കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട് എത്തണേക്കാൾ മുമ്പ് ഒരു 5 മണി ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. പ്രൈസ് ദ ലോർഡ്. പണി കഴിയുന്നതിനേക്കാൾ മുമ്പേ കിട്ടിക്കഴിഞ്ഞൂന്നേ. നമ്മൾ എന്നിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, നീ എന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വെള്ളിയാഴ്ച 3 മണിക്ക് നീ ഇവിടെ നിന്ന് തിരിച്ച് ബൈ ബൈ പറയുമ്പോൾ, നീ ഭവനത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പേ നിന്റെ ഉദ്ദേശിച്ച നിന്റെ നിയോഗങ്ങളുടെ മുകളിൽ കർത്താവ് നിനക്ക് റിസൾട്ട് തന്നു. കറക്റ്റ് ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആവണം കേട്ടോ, എങ്കിൽ മാത്രമേ എനിക്ക് അക്കൗണ്ടിൽ പൈസ കയറുള്ളൂ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനത്തില് 16-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം പൗലോസും സീലാസും എന്ന് പറയുന്ന 2 വചനപ്രഘോഷകരെ, നമ്മുടെ പൗലോസ് ഇപ്രകാരം ചിന്തിച്ചു, നമുക്കിനി വചനം പങ്കുവയ്ക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകേണ്ടത് അവിടേക്കല്ല, ഞാൻ പറയുന്ന വഴിയിലേക്ക് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് പൗലോസും സീലാസും വഴിയൊന്ന് മാറ്റിപ്പിടിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും തങ്ങളുടെ ജീവിതത്തിലെ പല വഴികളും മാറ്റിപ്പിടിച്ചവരാണ്. ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു, കല്യാണം കഴിഞ്ഞു, വിവാഹത്തിന് ശേഷം മക്കളില്ല, മക്കളുണ്ടായതിനു ശേഷമുള്ള പ്രശ്നം, ഇങ്ങനെ വഴികളൊക്കെ മാറിപ്പിടിച്ചപ്പോൾ പൗലോസും സീലാസും തങ്ങളുടെ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ പോകാൻ ആഗ്രഹിച്ചിട്ടും അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ, ദൈവം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ വഴി മാറ്റിപ്പിടിച്ചു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തോണ്ടിയിട്ട് പറഞ്ഞേ, സുഖമാണോ എന്ന് ചോദിച്ചേ. നിന്റെ ഈ സുഖം ചോദിക്കുമ്പോൾ അവളുടെ ഉറക്കം ഒക്കെ ഒന്ന് പോവുക. ഹല്ലേലൂയ. സ്വരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് കേട്ടോ, നിങ്ങളൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ. എത്ര മക്കളാണെന്നറിയാം, എത്ര ഗുളിക കഴിച്ചിട്ട് ഉറക്കം കിട്ടാതെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഉറക്കം കിട്ടണില്ലേ. എന്നാൽ അവരെപ്പോഴാണ് ധ്യാനമന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് കിടക്കാനൊക്കെ വന്നുള്ളത്, സൂപ്പർ ഉറക്ക. വീട്ടിൽ പ്രാർത്ഥിച്ചുറക്കിയ ആ ഉറക്ക കിട്ടണ 10 മിനിറ്റിന് 5 മിനിറ്റിന്റെ ഉറക്കമുണ്ടല്ലോ പ്രിയപ്പെട്ട ദൈവജനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എല്ലാവരും ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കമില്ല. പിന്നെ ചുമയായി, ലൈറ്റ് ഇടില്ലായി, എഴുന്നേലിക്കലായി, മരുന്ന് കാണാനില്ല, അത് കാണാനില്ല, ബാക്കിയുള്ളവരെ ഉറക്കം ഒരു തീരുമാനമാക്കി വരും. ഹല്ലേലൂയ. സ്വരമത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പൗലോസ് സീലാസും ദൈവം പറഞ്ഞ, പരിശുദ്ധാത്മാവ് പറഞ്ഞ വഴിയിലൂടെ യാത്ര തിരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്നറിയോ? എന്താ സംഭവിച്ചത്? ഇന്നലെ ഇലക്ഷന് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് അലുവിയും ലഡുവൊക്കെ അങ്ങനെ ഓരോന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? അപ്പൊ ഞങ്ങള് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർ ഞങ്ങളും പ്രതീക്ഷിച്ചു, ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും കൂടി കഴിക്കാനോ കുറച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് പ്രതീക്ഷിച്ചതേ പോലെ പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ, ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ കിട്ടിക്കോളെന്ന് വിചാരിച്ച് അവർ ആ വഴി കൂടെ സഞ്ചരിച്ചു. പക്ഷെ അവർക്ക് കിട്ടിയത് എന്നിട്ടാണെന്നറിയോ? അവർക്ക് കിട്ടിയത് എന്താ? ജയിലറയാണ്. അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അവർക്ക് കിട്ടിയത് ജയിലറയാണ്. കാരണം അവിടുത്തെ പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസിനെയും സീലാസിനെയും അവിടെയുള്ള ജനത്തിന്റെ എന്താ പറയാ വചനങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കുന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ അധികാരികൾ ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടാക്കുകയാണ്. ആര് പറഞ്ഞ വഴി കൂടെ പോയതാ? അല്ലേ? വിവാഹം കഴിച്ചു കഴിയുമ്പോൾ വീട്ടില് നമ്മളൊരു സ്ഥലത്തേക്ക് കല്യാണത്തിന് അല്ലെ വേറെ എവിടേക്കെങ്കിലും പോകാറങ്ങുമ്പോൾ കൂടുതലും ഭർത്താക്കന്മാര് പറയും, നമുക്ക് നീ വഴി കൂടെ പോവാം. അപ്പൊ ഭാര്യമാര് ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പൊ ഇടയ്ക്ക ചോദിക്കും, അപ്പൊ എന്താ നമ്മൾ ആ വഴി കൂടെ പോവാത്തത്? നീ മിണ്ടണ്ട, അവിടെ എത്തുമ്പോ പറഞ്ഞാം.
ഇനി ഭർത്താവ് ഈ പറഞ്ഞ വഴി കൂടെ പോയി എന്തേലും വള്ളിക്കെട്ട് വന്നു വിചാരിക്ക്. അപ്പൊ ഭാര്യയുടെ ഒരു ചിരിയുണ്ട്. ആ ചിരിയുടെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ ചോദിച്ചല്ലേ, തൻ്റെ വല്ലാത്ത പോക്കല്ലായിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഏത് വഴിയിലൂടെയാണോ പോകേണ്ടതെന്ന് അവർ വിചാരിച്ചിരുന്നവോ ആ വഴിയെ ബ്ലോക്ക് ചെയ്ത് കർത്താവ് പറഞ്ഞ വഴിയിലൂടെ അവർ സഞ്ചരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് കാരാഗ്രഹമാ. ഇവിടെ പ്രിയപ്പെട്ട ദൈവജനമേ സന്തോഷം. നമ്മൾ തുടക്കത്തിൽ ഞാൻ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു കാര്യം അത്. പൗലോസും സീലാസും രണ്ടുപേരും ജയിലില് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ജയിലറയാ. ഇവർ രണ്ടുപേരും കൈക്കാലുകൾ ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട് ജയിലിൽ ഇരിക്കുക. വേണമെങ്കിൽ സീലാസിന് പൗലോസിനോട് ചോദിക്കായിരുന്നു, എൻ്റെ പൊന്നു പൗലോസ് ഏട്ടാ, നമ്മൾ എന്തിന്റെ കഴപ്പുണ്ട് ഈ വഴിക്ക് വന്നത്? ചോദിച്ചോടെ. ചില സമയങ്ങളിൽ നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ, ഭർത്താവൊക്കെ ചോദിക്കുന്ന ചോദ്യം, നീ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പോയത്, നീ പറഞ്ഞിട്ടല്ല ഞാൻ ഈ കോഴ്സിന് ചേർന്നത്, നീ പറഞ്ഞിട്ടല്ല ഞാൻ ഈ സാധനം വാങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എപ്പോഴാണോ കർത്താവ് എന്നെ സഹായിക്കാനുണ്ട് എന്ന ആ വലിയ വിശ്വാസം കടന്നു വരുന്നത്, അവിടെയാണ് മിറാക്കിളുകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷേ സീലാസ് പൗലോസിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പൗലോസ് ഏട്ടാ നമ്മൾ വന്ന വഴി തെറ്റിപ്പോയോ? അല്ലെങ്കിൽ പൗലോസ് സ്വയം ചിന്തിച്ചിട്ടുണ്ടാകാം, കർത്താവെ നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ വഴി കൂടെ വന്നത്, പിന്നെ എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഈ ജയിലിൽ കിടക്കാനാണോ? അപ്പുറത്തെ വഴി കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങളെ പട്ടും താലവും ഒക്കെ ഇട്ട് സ്വീകരിച്ചേനെ. അത്ര പവർഫുൾ വ്യക്തിയാണ് പൗലോസ്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്താനല്ല പോയത്. ഇവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്താതെ അവരുടെ കയ്യും കാലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും അവർ അവിടെ ഇരുന്നു കൊണ്ട്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ കടന്നു വരുമ്പോൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനല്ല പോകണ്ടേ. ചേട്ടൻ പറഞ്ഞിട്ടല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, നീ പറഞ്ഞിട്ടല്ല ഈ ജോലിക്ക് ഞാൻ പോയത്, നീ പറഞ്ഞിട്ടല്ല ഈ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, നീ പറഞ്ഞിട്ടല്ല ഈ കോഴ്സിന് നമ്മൾ ചേർന്നത്, നീ പറഞ്ഞിട്ടല്ല ഈ സ്ഥലം നിൽക്കുന്നത്, നീ പറഞ്ഞിട്ടല്ല ഈ വീട് വെക്കാൻ നോക്കിയത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ 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 എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരൽ മാത്രമാണ് നീ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് പോകുന്നുള്ളൂന്നേ. ബാക്കിയുള്ള 3 വിരലും നമുക്ക് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരെണ്ണം കർത്താവിന് വിട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറഞ്ഞിട്ടല്ലേ എന്ന് നീ പറയുമ്പോൾ ഒരു വിരൽ മാത്രമാണ് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നീ നീട്ടുന്നുള്ളൂ. മറിച്ച് 3 വിരലും എവിടേക്കാ? നമ്മുടെ മേത്തേക്കാ. ഒന്ന് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കിയിട്ടൊന്ന് കാണിച്ചേ. നീ പറഞ്ഞിട്ടല്ല ഞാനിന്ന് ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചേ. ആ ചിലവരിത് ഇങ്ങനെയാ കാണിക്കണേ. ചേച്ചി നീ എന്ന് പറഞ്ഞൊന്നും വിരലിങ്ങനെ പിടിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരസ്പരം കുറ്റപ്പെടുത്താതെ പൗലോസും സീലാസും അവിടെ ഇരുന്നു കൊണ്ടൊരു കാര്യം ചെയ്തു. അവർ ചെയ്ത് എന്താണെന്നറിയോ? അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും സീലാസും ആ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവർ അവിടെ ഇരുന്നു കൊണ്ട് ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ, അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. എപ്പോഴാണോ അവർ അവരുടെ കൈക്കാൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നത്, എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, അവിടെ ഇരുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ
ഇളകാൻ തുടങ്ങി മക്കളെ. നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഓരോ പ്രശ്നങ്ങളുമാകുന്ന കാരാഗ്രഹങ്ങളുണ്ടല്ലോ, അതിന്റെ അടിത്തറ ഇളകണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ പ്രശ്നങ്ങളിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഹല്ലേലൂയ. സ്വരമെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അവർ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുകയാണ്, ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി, അവരുടെ കൈക്കാൽ ചങ്ങലകളെല്ലാം ബന്ധനമാറി, അവർ മോചിതരായി. അവിടെ ഒരു ഭൂകമ്പം സംഭവിക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്, നീ ദൈവത്തിൽ എപ്പോഴാണോ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ എപ്പോഴാണോ ആ ദൈവസന്നിധിയിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാൻ സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. സ്വരമെടുത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ സംഭവിക്കുന്ന ഇപ്രകാരമാണ്, ഇവരെ ഉടനെ സ്വതന്ത്രരായി എന്നറിഞ്ഞപ്പോൾ അവരെ ഏൽപ്പിച്ചിരുന്ന പാറാവുകാരെ ഏൽപ്പിച്ചിരുന്ന ജോലിക്കാർ ഇവരെല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു അറിയിപ്പ്. KL8 BR 0232 ഒരു വണ്ടി നമ്പറാണ്. ആ വണ്ടിയുടെ ഉടമസ്ഥ ഉണ്ടെങ്കിൽ ആ വണ്ടി ഒന്ന് മാറ്റിയിടണം. KL8 BR 0232. ഹല്ലേലൂയ. പലതരം എടുത്ത് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പൗലോസും സീലാസും അതുപോലെ തന്നെ ആ കാരാഗ്രഹത്തിൽ ആരൊക്കെയാണുള്ളതെങ്കിൽ അവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് സ്വയം ആത്മഹത്യക്കായിട്ട് ഒരുങ്ങാൻ തുനിഞ്ഞ പാറാവുകാരോട് പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവത്തിന്റെ സ്വരം, അരുത്, അരുത്, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇത് കേട്ടതും ആ പാറാവുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യജമാനനെ. ഹല്ലേലൂയ. പോസ്റ്റ് ചേഞ്ച് ആയിന്ന്. അതുവരെ കുറ്റവാളി അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു തെണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ നാടൻ ഭാഷയിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് ജയിലിന്റെ അകത്ത് കിടന്ന വ്യക്തിയെ ഇവര് വിളിക്കുന്ന പേരെന്താ? തുടർന്ന് യജമാനനെ, മാസ്റ്റർ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് രസം. വാട്ട് ഷുഡ് ഐ ഡു? ഞാനിനി എന്ത് ചെയ്യണം? ഞങ്ങളിനി എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? കണ്ടോ, അതുവരെ പൗലോസിനും സീലാസിനും പുല്ലുവേല കൽപ്പിച്ചിരുന്നവർ എപ്പോഴാണോ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞത്, ഉടനെ പൗലോസിനെ വിളിക്കുന്ന പേര് മാസ്റ്റർ, യജമാനനെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങളിനി എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവർത്തനം 16:31 വചനം ഇപ്രകാരം പറയുന്നു. പൗലോസ് അവരോട് പറഞ്ഞ വചനം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു വചനത്തിന്റെ ഉത്ഭവത്തിന് വേണ്ടിയാണ്, ഈ ഒരു വചനത്തിന്റെ പ്രസവത്തിന് വേണ്ടിയാണ്, ഈ ഒരു വചനത്തിന്റെ ജനനത്തിന് വേണ്ടിയാണ് പൗലോസിനെയും സീലാസിനെയും പരിശുദ്ധാത്മാവ് വഴി തിരിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവ് പറയാതെ, അവർ ദൈവത്തിന്റെ വചനം കേൾക്കാതെ അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക കത്തോലിക്കനെന്നോ പെന്തക്കോസ്തകാരനെന്നോ യാക്കോബറ്റെന്നോ ഓർത്തഡോക്സ് എന്നോ ഇന്ന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഏറ്റവും കൂടുതൽ ദൈവജനത്തിന് അറിയുന്ന ഒരു വചനമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. ഇതറിയാത്ത ജനങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു വചനം ഉത്ഭവിച്ചത്, ജനിച്ചത് എപ്പോഴാ? ഇവര് ഈ കാരാഗ്രഹത്തില് എത്തിയത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് പങ്കുവയ്ക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ഉദ്ദേശിച്ചൊരു കാര്യം നടക്കാതെ നീ വിഷമിച്ചിരിക്കുമ്പോൾ നീ മനസ്സിലാക്കണമെന്ന്, കർത്താവ് ആഗ്രഹിക്കുന്നത് നീ ഈ പ്രശ്നത്തിന്റെ അഗാധ തലത്തിലേക്ക് എത്തുമ്പോൾ ഇനി ആരെ കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് നീ വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ രക്ഷപ്പെടുത്തുവാൻ
ഒരുവനുണ്ട്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്കിന് എടുത്തോണ്ട് പറഞ്ഞേ, കർത്താവ് നിന്നെ തൊടും കേട്ടോ എന്ന് പറഞ്ഞേ. വീണ്ടും പറഞ്ഞേ, കർത്താവ് ഇപ്പൊ നിന്നെ തൊട്ടു കേട്ടോ. ആരെ തൊട്ടത്? നിങ്ങളാണ്. പിന്നെ ആരെ തൊട്ട്? ഭാഗ്യം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒരു നഗ്ന സത്യം ഇതാണ്. നമ്മൾ ഇന്ന് തുടക്കത്തിൽ യെശയ്യാ 49:9 പറഞ്ഞതുപോലെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആ സഹായം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്ധകാരം നിറഞ്ഞ വഴിയിലൂടെയാണെങ്കിലും എനിക്ക് സഞ്ചരിക്കാൻ ദൈവം എന്നെ നടത്തും. ഇന്ന് ഗാഗുൽത്ത വെള്ളി അല്ലെങ്കിൽ ഗാഗുൽത്തയുടെ നിയോഗത്തിന്റെ മുകളിൽ കുരിശിന്റെ വഴിയും മറ്റും പ്രാർത്ഥന നടത്തിയുള്ള വലിയ ഒരു വെള്ളിയാഴ്ചയായിട്ട് ഇന്ന് മാറുമ്പോൾ നീ മനസ്സിലാക്കണം, നിന്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണ് എങ്കിൽ ആ നിയോഗത്തിന്റെ മുകളിൽ കർത്താവ് ഒരു ഉത്തരം നൽകും എന്ന് വിശ്വസിക്കാൻ മാത്രം വലിയൊരു വിശ്വാസ തലത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ഇവിടെ നടക്കുന്ന താമസമുള്ള ഒരു ധ്യാനത്തിന് ഒരു ദമ്പതികൾ കടന്നു. അപ്പോൾ ദമ്പതികളുടെ തൃശ്ശൂര് പട്ടണത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇവര് വിവാഹം കഴിഞ്ഞു. ഭർത്താവ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, ഭാര്യ ഈ ഒറ്റമോളാണ്. ഇവ വിവാഹം കഴിക്കുന്ന സമയത്ത് ദൈവം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇവന് സ്ത്രീധനത്തിന്റെ ഭാഗമായി ഇവൾക്ക് തൃശ്ശൂര് ടൗണിൽ, പ്രോപ്പർ ടൗണിൽ നല്ലൊരു കണ്ണായൊരു സ്ഥലം, എങ്ങനെ പറയില്ലേ, മോൾക്ക് അപ്പൻ്റെ കാലശേഷം ഒറ്റമോളായതുകൊണ്ട് ഇത് മോൾക്കാണെന്നൊക്കെ പറഞ്ഞ് ഇവർ വിവാഹമൊക്കെ നടത്തി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ഥലം ആരുടെ പേരിലായിരിക്കും? മകളുടെ പേരിലേക്ക് മാറും. അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ജീവിതം കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവനെ ഒരു സാമ്പത്തിക ക്രൈസിസ് ഒക്കെ വന്നു, കോടികളുടെ കടബാധ്യതയൊക്കെയായി. അങ്ങനെ ഇവൻ വിചാരിച്ചു ഈ സ്ഥലം വിറ്റ് കടങ്ങളൊക്കെ ഒന്ന് വീട്ടി ബാക്കിയുള്ളത് FD ഇട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാം, ബാംഗ്ലൂരിൽ നിന്ന് ജോലി മാറ്റി നാട്ടിൽ വന്ന് കൂടാം. അങ്ങനെ വിചാരിച്ച് ഇവൻ വിൽപ്പനയ്ക്ക് ബ്രോക്കർമാരോട് പറഞ്ഞു. ആൾക്കാർ വന്നു, സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വിൽപ്പന ഏകദേശം റെഡിയായി, ഡീൽ ഉറപ്പിച്ചു, അഡ്വാൻസ് വാങ്ങി. അങ്ങനെ അതിൻ്റെ അടിയാധാരം മുതൽ എല്ലാ പേപ്പറും റെഡിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് വള്ളിക്കെട്ട് മനസ്സിലായത്. ഈ സ്ഥലത്തിൻ്റെ മുകളിൽ ഇവളുടെ, അതായത് ഇവന്റെ ഭാര്യയുടെ അപ്പൻ്റെ ചേട്ടനനിയന്മാര് കേസ് കൊടുത്തിട്ടുണ്ട്, അവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹം കഴിക്കുന്ന ആദ്യ നാളുകളിൽ ഭാര്യയ്ക്ക് തൃശ്ശൂരിൽ, പ്രോപ്പർ തൃശ്ശൂർ ടൗണിൽ നല്ല സ്ഥലമുണ്ട് എന്ന് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലം വിൽക്കാൻ, തിന്നാനും പറ്റില്ല, അല്ലേ, തുപ്പാനും പറ്റില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാ. ഇത് കേസിൽ കിടക്കുന്ന സ്ഥലമാണ്, വാങ്ങാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഓരോരുത്തർ മാറാൻ തുടങ്ങിയപ്പോണ്ടല്ലോ ഇവന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. വീണ്ടും ബാംഗ്ലൂർക്ക് പോയി. പിന്നീട് ഇവൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ നാട്ടിലേക്ക് വരുള്ളൂ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേര് 2 മുറിയിലാണ്. കാരണം അത്രയ്ക്ക് അവൻ വെറുത്തുപോയി. കാരണം അവന്മാരെ പറയുന്നത് ഇവര് ചതിച്ചു, ഭാര്യ വീട്ടുകാര് പറ്റിച്ചു. ഈ സ്ത്രീ പറയുന്നത് അവൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, കാരണം ഒരു സ്ഥലത്തിന്റെ മുകളിൽ ഒരു കേസും മറ്റും വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരം കിട്ടണമെങ്കിൽ വർഷങ്ങള്, ഒരാൾക്ക് ഉപകാരമില്ലാത്ത പോലെ ഇങ്ങനെ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവൻ തീരുമാനമാക്കി ഇനി വിളന, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സ്ഥലം വെച്ചിട്ട് ഈ കടം തീർക്കാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴോ വർഷങ്ങളെല്ലാം കഴിഞ്ഞ ഒരു സമയത്ത് ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ഇവരുമായി സംസാരിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ സഹോദരനോട് പറയുക, കർത്താവിൽ വിശ്വസിക്കുക, നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ, ബ്രദറൊന്നും വേണ്ടാണ്ടിരുന്ന ബ്രദറെ, കർത്താവിന് പിന്നെ ഇതല്ല, സ്ഥല കച്ചവടമല്ല കർത്താവിന്റെ പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ, കർത്താവ് ഒന്നാന്തരം ഒരു ബ്രോക്കറാണ്. നമുക്കറിയാത്ത പ്രശ്നമാണ്, കമ്മീഷൻ കൊടുക്കണ്ട. ഹല്ലേലൂയ. കല്യാണ ബ്രോക്കറാക്കാം, സ്ഥല ബ്രോക്കറാക്കാം, ജോലി എന്ത് ബ്രോക്കർ റോളും വേണേ കർത്താവ് ചെയ്യും, കമ്മീഷൻ വേണ്ട. ഹല്ലേലൂയ. അപ്പൊ ഇവനോട് പറയാം, ബ്രദർ മിണ്ടാണ്ടിരിക്കുക, കർത്താവിന് ഇതല്ല ജോലി. അപ്പൊ ഞാൻ സഹോദരനോട് ചോദിച്ചു, അപ്പൊ സഹോദരനെ എന്തുകൊണ്ട് ഇങ്ങനെ മാറിക്കിടക്കണേ? അപ്പൊ ഒരുമിച്ചൊക്കെ കിടന്നു,
ബ്രദർ അത് പറ്റില്ല, മനസ്സിൽ അങ്ങോട്ട് പറ്റണില്ല, അംഗീകരിക്കാൻ പറ്റണില്ല. പിന്നെ നമ്മൾ ഉപദേശിച്ചിട്ട് പിന്നെ കാര്യമില്ല. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും ഇരുത്തിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ കർത്താവ് ഇതിന്റെ മുകളിൽ ഒരു വിടുതൽ നമുക്ക് നൽകുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അപ്പോൾ ആൾ എന്നോട് പറയണം, ബ്രദറിന് ഇതേപോലെ എല്ലാവരും ഇത് തന്നെയാ പറയാ, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ പേരുകളൊന്നും അറിയില്ലല്ലോ. ഹല്ലേലൂയ. സർവ്വത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുച്ഛ മനോഭാവവും എങ്ങനെയാലും സമ്മതിച്ച് തലയാട്ടിക്കൊണ്ട് പ്രാർത്ഥനകൾ കഴിഞ്ഞ് അച്ഛൻ്റെ അവിടെ പോയിട്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അവർ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. നമ്മൾ പിന്നെ ഈ കാര്യം വിട്ടുപോയി. അങ്ങനെ ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ഫാമിലി, ആ വ്യക്തി വീണ്ടും ഇവിടെ കടന്നൊരു ധ്യാനത്തിന്റെ സമയത്ത് കടന്നു വന്നുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട്, ബ്രദർ കൊണ്ട് വന്ന് ഞങ്ങൾ ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ, ദൈവമേ ഇനിയിപ്പോ ഇത് ഡിവോഴ്സായോ, നമ്മൾ അന്ന് ഇവര് 2 മുറിയിൽ താമസിക്കണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോ ഇതൊരു തീരുമാനമായോ, വേറെ വീട്ടിലേക്ക് പോയാവോ എന്നുള്ള ടെൻഷൻ നമ്മുടെ ഉള്ളില്. അപ്പോൾ ഞാൻ ഓർമ്മ അത്ര മനസ്സിലാവില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർ പെട്ടെന്ന് വിശേഷം പറഞ്ഞു, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അപ്പോഴാണ് അവർ പങ്കുവെച്ചൊരു കാര്യം. അവർ പറയുകയാണ്, അന്ന് നമ്മൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ പോയി, ഞങ്ങള് നോർമൽ പോലെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി, ആഴ്ചയിൽ വീട്ടിലേക്ക് വരാറുണ്ട്. എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഈ കൊടുത്ത കേസിന്റെ പിന്നാലെ പിന്നെ പോയിട്ടില്ല. പക്ഷേ ഈ കേസ് കോടതിയിൽ വിളിക്കുകയും വാദിക്കുകയും മറ്റൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് അവസാനം ഈ കോടതി ഈ കേസിന്മേൽ ഒരു വിധി പുറപ്പെടുവിച്ചു. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശി ആര് തന്നെയാണ്? ഇവന്റെ ഭാര്യയായ ആ സഹോദരിയാണ്. ഹല്ലേലൂയ. ഒന്ന് കൈകളടിച്ച് മാത്തപ്പെടുത്ത്. എന്റെ പ്രിയപ്പെട്ട ദേവജനം, ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. കോടതി ഈ അവകാശവാദത്തിനൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ പറയുകയാണ്, ഇവൻ അർജന്റായിട്ട് ഇവളുടെ ഇളയപ്പന്മാര് വല്യപ്പന്മാരൊക്കെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വീട്ടിലെത്തി. ഇവന് സംഭവം വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവര് രാത്രിക്ക് രാത്രി ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവരോട് സംസാരിച്ചു. എന്തായാലും കോടതി ഒരു തീരുമാനം പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അപ്പീൽ പോകാനായിട്ട് ചിന്തിക്കുകയാണ്, പിന്നെ ഈ സമയങ്ങൾ ഇനിയിപ്പോ. അപ്പൊ അവര് പറഞ്ഞത് എന്താ പറയോ, ഇതെങ്ങാനും നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാണം കേടാ അല്ലേ? കാരണം ഇത്രയും നാൾ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ട ഈ സ്വത്തിന്റെ മേൽ ഇവരിങ്ങനെ കടമ്പിടുത്തം പിടിച്ച് നടന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെന്ന് വിചാരിച്ച് ഇവരൊരു ഡീൽ ഉറപ്പിക്കുകയാണ്. ഈ കോടതി വിധി ആരറിയേണ്ട ആവശ്യമില്ല, ഈ സ്ഥലം നിങ്ങൾ ആർക്കും വിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആ സ്ഥലം ഏറ്റെടുക്കാം. അപ്പൊ ഇവൻ അതിപ്പോ എത്ര രൂപയ്ക്ക് എന്നുള്ള മനസ്സിലുണ്ടെങ്കിലും ഇവനൊന്നും സംഭവം മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അവരിങ്ങോട്ടൊരു ഡയലോഗ് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശാനില്ല, ഒരു 18 ലക്ഷത്തിന് അങ്ങോട്ട് 18 കോടിക്ക് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. എത്ര കോടിയാ? എന്റെ പ്രിയപ്പെട്ട ദേവജനമേ, അവൻ പറയാണ്, എന്റെ ബ്രദറെ 5-8 കോടിയുടെ കടബാധ എനിക്കുള്ളൂ, പക്ഷേ നമുക്കൊക്കെ ഒരു 5-8 ലക്ഷമാകുമ്പോൾക്ക് നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് പറയാണ്, ഒരു 5-8 കോടിയുടെ കടബാധ എനിക്കുള്ളൂ. ഇത് 18 കോടി എന്ന ഓഫർ വന്നായിരിക്കും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, യെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്, അന്ന് ബ്രദർ പറഞ്ഞില്ലേ കർത്താവിൽ വിശ്വസിച്ചാൽ മതി, അന്ന് ഞാൻ കളിയാക്കി ബ്രദറോട് പറഞ്ഞോട്ടാ കർത്താവ് ബ്രോക്കറാണ്, പക്ഷെ ഇപ്പൊ മനസ്സിലായി കർത്താവ് നല്ലൊരു. ഹല്ലേലൂയ. ഒന്ന് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സ്ഥലം വിറ്റു പോകാൻ കർത്താവിനെ വിളിക്കാനല്ല, മനസ്സിലായോ? മറിച്ച് നിന്റെ പ്രതിസന്ധികളുടെ മുകളിൽ നീ സത്യം തിരിച്ചറിയണം. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ 5 രഹസ്യങ്ങളിലും പ്രതിസന്ധികളാ. ഇന്ന് ഗാബുൽത്തെ വെള്ളിയാഴ്ചയായിട്ട് ഈ വെള്ളിയാഴ്ചയെ ആചരിക്കുമ്പോൾ, കുരിശിന്റെ വഴിയുടെ മറ്റ് പ്രാർത്ഥനകളെ മുകളിൽ നടക്കുമ്പോൾ നിന്റെ പ്രതിസന്ധികളെ നീ കർത്താവിന് മുമ്പിൽ അടിയറ വെക്കണം. കർത്താവേ, ഇന്ന മേഖലകളിൽ നീ ഒന്ന് ഇടപെടണം കേട്ടോ. ഒരുപക്ഷെ 5 ലക്ഷം കടമ, 10 ലക്ഷം, അല്ലെങ്കിൽ നിനക്ക് മക്കളില്ല, മക്കളുള്ളത് പ്രശ്നമാണ്, വിവാഹം നടക്കും, ഏതാണോ നിന്റെ യഥാർത്ഥ വെല്ലുവിളിയെങ്കിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ ഒന്ന് ഇടപെടണം ഇതിന്റെ മുകളിൽ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിനൊരു നിമിഷം മതിയെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനം വചനം ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ ഓടുകയോ തിടുക്കം കൂട്ടുകയോ വേണ്ട. പിന്നെ എന്താ നീ ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി വചനം പറയുകയാണ്, നിങ്ങൾ ഓടുകയോ തിടുക്കം കൂട്ടുകയോ വേണ്ട,
സൈന്യങ്ങളുടെ കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ. നമ്മൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ബസ്സിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കയറിയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ബസ് സ്റ്റോപ്പിലെത്തുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ബസ് എത്തുന്നേ ഇല്ല. ഹല്ലേലൂയ. സ്വരമിരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറിലൊക്കെ ഇരിക്കുമ്പോൾ പിൻസീറ്റിലിരിക്കണവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ട്, ദേട്ടാ അവിടെ അവിടെ അവിടെ, ദേട്ടാ അവിടെ അവിടെ അവിടെ. അപ്പൊ ഇവരുടെ മനസ്സിൽ ഓൾറെഡി അവരവിടെ എത്തി. പക്ഷെ മുമ്പിലിരിക്കുന്ന ഡ്രൈവർ എത്തിക്കണ്ടേ? വേണ്ടേ? ഇവിടെ കർത്താവ് ഇത് തന്നെയാ പറയുന്ന, നീ ഓടുകയോ തിടുക്കം കൂട്ടുകയോ വേണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞൊന്ന് ഷേക്കിന് കൊടുത്തോണ്ട്, നിങ്ങൾ ഓടുകയോ തിടുക്കം കൂട്ടുകയോ വേണ്ട. പിന്നെന്താ ചെയ്യണ്ടേ? കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും. പറഞ്ഞേ, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു നഗ്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണമേ. വിശ്വാസം എന്ന് പറയുന്നത് കണ്ണടച്ചുള്ളൊരു ചാട്ടാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ ഡെപ്തുകളും മറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇത് ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം 2003 സിനിമയിലേക്കൊക്കെ ഒരു ചാൻസ് കിട്ടി, അതിൻ്റെ പിന്നാലെ പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഇങ്ങനെ കാലങ്ങൾ തള്ളി നീക്കിയപ്പോൾ ഒരു 2005 ആയപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഈ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ധ്യാനം കൂടുന്നുണ്ട്. അങ്ങനെ അവർ ധ്യാനം കൂടിയതിന് ശേഷമാണ് അവർ ഫേമസ് ആയെന്ന്. എന്ന് 2005 കേട്ടോ, ഇന്നത്തെ കാര്യമല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരു ധ്യാനം, അപ്പോൾ നമ്മുടെ ബെന്നച്ചൻ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? ഗാഗുൽത്ത ധ്യാനമന്ത്രത്തിന് മുമ്പ് കാൽവരി ധ്യാനമന്ത്രം എന്നുള്ള ധ്യാനമന്ത്രമാണ്, തൃശ്ശൂർ അരുണാട്ടുര ഭാഗം. അപ്പോൾ കാൽവരി ധ്യാനമന്ത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ ധ്യാനത്തിനായിട്ട് പോവുക. അപ്പം എൻ്റെ ഉള്ളിലത്തെ ലക്ഷ്യം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഫേമസ് ആയ പോലെ നമുക്കാവാലോന്ന്. പക്ഷേ ആ ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അച്ഛൻ മറ്റവർക്ക് ധ്യാനത്തിന് ആരാധന മണിക്കൂറിലൊക്കെ ഇങ്ങനെ പറയുമല്ലോ, കണ്ണടച്ച് കയ്യൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കും, മക്കളെ ഇതാ ഒരു മകൾക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു. അപ്പം എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം കണ്ണുറന്നു നോക്കും, ആരാണ് ഈ സമയത്ത് പോയി ആ കുഞ്ഞ് കൊടുക്കണത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ 5 ലക്ഷം കടബാധയുള്ള ഒരു മകന്റെ കടബാധ മാറ്റുന്നു. അപ്പം ഞാൻ മാത്രം കണ്ണുറന്നു നോക്കും, ആരാണ് ഈ സമയത്ത് സൂട്ട് കേസും പിടിച്ച് അവർക്ക് കടബാധ മാറ്റണേ? ഹല്ലേലൂയ. ഇതാ ഒരു തണ്ടൽ വേദനയുള്ള ഒരു മക്കളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു, കുമ്പിട്ട് നിവർന്ന് സാക്ഷ്യപ്പെടുത്താൻ പറയും. അപ്പം ഞാനിങ്ങനെ കണ്ണുറന്നു, പിന്നെ അതിനൊക്കെ മെന്റൽ രോഗമാണ് നിങ്ങൾ ഇങ്ങനെ എന്തു പറഞ്ഞാലും അതിനെതിരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, അന്ന് 2005 കർത്താവ് സ്പർശിച്ച ആ ദിവസങ്ങളിൽ ധ്യാനത്തിലൂടെ എന്നെ സ്പർശിച്ച് അന്ന് എന്നെ നവീകരിച്ചപ്പോൾ ഇന്ന് 2026 നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ നിൽക്കുക. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാനത് പങ്കുവെച്ചത് പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേരിനോ ഒരു കാരണത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ധ്യാനമന്ത്രത്തിലേക്ക് വരുന്നേ. പണ്ട് ഒരു 2000 മുമ്പൊക്കെ ഒരു ധ്യാനം കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കുള്ളതാ ധ്യാനം? പറയുന്നേ ആ പെണ്ണുപിടിയന്മാർക്കും കള്ളുപിടിയന്മാർക്കുള്ളതാ ധ്യാനം. പണ്ടൊരു ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പൊട്ടയാ. ഇനി അവള് നന്നാവണമെങ്കിൽ എവിടേക്ക് പോകണം? ഡിവൈനിലേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ ഒരു ധ്യാനം കൂടണതിൻ്റെ അർത്ഥം അവർക്ക് രോഗങ്ങളുള്ള പ്രശ്നമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കള്ളുപിടിയന്മാർ, പെണ്ണുപിടിയന്മാർ, അങ്ങനെ പ്രശ്നമുള്ളവർക്കുള്ളതായിരുന്നു എന്ത്? ധ്യാനം. എന്നാൽ ഒരു 2005 2010 ശേഷം ഈ ഒരു ധ്യാനം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ധ്യാനം കൂടിയിട്ടില്ലെങ്കിൽ ഒരു ചോദ്യം പോലെയായി, നീ ഈ വർഷം ധ്യാനത്തിന് പോയിട്ടില്ലേ? ട്രെൻഡ് മാറി തുടങ്ങി. വീണ്ടും കൊറോണയ്ക്ക് മുമ്പ് വരെ ഒരു വർഷത്തിൽ 3-4 ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അണക്കര കിട്ടിയിട്ടില്ലെങ്കിൽ അട്ടപ്പാടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മുരുങ്ങൂര് കിട്ടിയിട്ടില്ലെങ്കിൽ തനൂര്, ഏത് ധ്യാനാന്തരത്തിൽ പോയാലാണോ കാര്യങ്ങൾ നടക്കാന്നൊക്കെ നോക്കി ഞങ്ങളൊരു കാലഘട്ടം. കൊറോണ വന്നതിന് ശേഷം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിലിരുന്ന് യൂട്യൂബിൽ കണ്ടാലും മതിയെന്ന് വിചാരിക്കുന്ന ഒരു 2 വർഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും 2020 ആയപ്പോൾ വീണ്ടും ചെപ്പടി മാജിക്കായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. എന്നാൽ വീണ്ടും
ഈ കാലഘട്ടമൊക്കെ മാറി ഇതാ 2025-26 നമ്മൾ കടന്നപ്പോൾ മനസ്സിലായി, എന്ത് ചപ്പടി വിദ്യയും കാണിച്ചിട്ടും ഒരു അച്ഛനും ഒരു മാജിക്കും കാണിച്ചിട്ട് ഒരു കാര്യം നടക്കില്ല. പിന്നെ ആര് മാജിക് നടക്കണം? നമ്മൾ പണിയെടുക്കണമെന്നേ. ഹല്ലേലൂയ. കർത്താവ് മാജിക്കാരനാവണത് എപ്പോഴാണെന്നറിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മാജിക്കോ ഒരു സർക്കസോ വിജയിക്കുന്നത് എപ്പോഴാ? അത് കാണാൻ മെനക്കെട്ട് മുമ്പിൽ ആളുകൾ ഇരിക്കുമ്പോഴാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് നിന്റെ ജീവിതത്തിൽ മാജിക്കും മിറാക്കിൾ കാണിക്കണമെങ്കിൽ നീ മെനക്കെട്ടുകൊണ്ട് ആ കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം 3-ാം പറയുന്നത്, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് ആ സ്വരം കേട്ട് എൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഇന്ന് ഞാൻ അവരോട് കൂടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പലപ്പോഴും നമ്മൾ ആ സ്വരം കേൾക്കുന്നില്ലാന്നേ. ഇന്ന് കേരള കത്തോലിക്ക സഭയിലെ പല കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക പിശാച്. ഒരു വഴി കൂടെ പ്രേമവിവാഹവും അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട വിവാഹ ബന്ധങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുമ്പോൾ അരുത് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ പ്രശ്നം? ഈശോ പറഞ്ഞിട്ടുള്ളത് സ്നേഹിക്കാനല്ലേ, പിന്നെ ഞാൻ സ്നേഹിക്കണോണ്ട് എന്താ പ്രശ്നം? അത് ശരിയാണല്ലോ. ഈശോ പറയണത് എന്താ? നിങ്ങൾ പരസ്പരം. പിന്നെന്താ നമ്മൾ പറയണത്? സ്നേഹിക്കരുതെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നമ്മളോട് മറുതലിച്ച് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാണ്ടാവും. ഇന്ന് പല വീട്ടിൽ അപ്പൻ അമ്മയൊന്നും മിണ്ടാറില്ല മക്കളോട്. അവരോട് മിണ്ടേ എന്തിനാ ഇടി കിട്ടണം എന്ന് പേടിച്ചിട്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ട് മിണ്ടണ എപ്പോഴാണെന്നറിയോ? അപ്പ 1000 രൂപ അയച്ചെന്നേ. പോക്കറ്റ് മണിയുടെ കാര്യം വരുമ്പോൾ മക്കള് അപ്പനോട് അമ്മോടൊക്കെ ചോദിക്കും. അല്ലാത്ത ദിവസങ്ങളൊന്നും ഒരു വർത്താനമില്ല. ഹല്ലേലൂയ. അങ്ങനെ അപ്പൻ്റെ അമ്മയുടെ ഒന്നും ഇഷ്ടമില്ലാതെ പലപ്പോഴും പലവിധ പ്രേമബന്ധങ്ങളിലൂടെയും കല്യാണങ്ങൾ നടക്കുന്നു. ഇനി കല്യാണം നടന്നു കഴിഞ്ഞ് എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ്, കുറച്ച് കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും ഇവരുടെ ഒന്നും അല്ലാത്ത പ്രശ്നം. പിശാചിനെ കളിക്കാനുള്ള ഒരു താവളമായി മാറിക്കൊണ്ടിരിക്കുക. നാം പലപ്പോഴും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കുന്നേ. നാം പലപ്പോഴും ദൈവത്തിന്റെ ആ വലിയ വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്ന മകനും മകളായിരിക്കും. പക്ഷേ നമ്മുടെ മക്കളെ വെച്ചുകൊണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയെ വെച്ചുകൊണ്ട് പിശാച് കളികൾ ആരംഭിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭയിലുള്ള മക്കളുടെ ശിഥിലീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരത്തിലുള്ള പ്രേമബന്ധങ്ങളിലും ഡിവോഴ്സുകളിലും അല്ലെങ്കിൽ മക്കളില്ലാതെ അല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്ന പടുകുഴിയിലേക്ക് വീഴ്ത്തിയിട്ടാണ്. കാരണം പിശാചിന് അറിയാമേ ഇവനൊക്കെ വീഴ്ത്തണമെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് സമ്പത്തിന്റെ പ്രശ്നം ഒരാൾക്കും ഇല്ല. നിങ്ങൾ നോക്കിക്കോ, പണ്ട് 25 പൈസയുടെ ഒരു തീപ്പെട്ടി വാങ്ങണമെങ്കിലുണ്ടല്ലോ, നമ്മളൊക്കെ നോക്കിയിരിക്കും. ഇന്നൊരു തീപ്പെട്ടി പോയിട്ട് ലൈറ്റർ 10 രൂപ ലൈറ്റർ ഒരെണ്ണം കത്തിച്ചപ്പോ അതിന്റെ കല്ല് പോയി, പോട്ടെ അടുത്ത ലൈറ്റർ ഇട്ടും. പൈസയല്ല പ്രശ്നം. ഇന്ന് സമ്പത്തിന്റെ മുകളിലല്ല പിശാചിന് പിടിക്കാൻ പറ്റുന്നത്. ഇന്ന് പിശാച് പിടിക്കാൻ നോക്കുന്നത് നമ്മുടെയൊക്കെ മക്കളിലൂടെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ മുകളിൽ അവൻ ഇന്ന് കളിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഈ കളിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയല്ല വേണ്ടത്. നീ ഈ കളിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കല്ല വേണ്ട. നീ തിടുക്കത്തിൽ ഓടണ്ട, നീ പേടിച്ചിട്ട് ഓടിപ്പോകണ്ട. നമ്മളിപ്പോ നേരത്തെ കേട്ടില്ലേ, നിങ്ങൾ ഓടുകയോ തിടുക്കം കാണിക്കുക. ചിലവരിത് ഓടിക്കണ്ട് അവർ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകും. ഞാനിനി എങ്ങനെ ഈ സഭയിൽ നടക്കുക, ഞാനെങ്ങനെ ഈ മക്കളെ നോക്കുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ നിന്റെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ നീ തിടുക്കത്തിൽ ഓടുകയോ പ്രശ്നം കണ്ടുകൊണ്ട് നീ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ ചെയ്യേണ്ടത് യാക്കോബ് പിടിച്ച പിടുത്തം പോലെ കർത്താവിനെ പിടിക്കണം. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം കട്ടെടുത്തവൻ, മോഷ്ടിച്ചവൻ, തട്ടിച്ചെടുത്തവെന്ന. എന്നാൽ ഈ യാക്കോബ് അവന് കിട്ടിയ അനുഗ്രഹം നേടി 21 വർഷം പട്ടിയെ പോലെ പണിയെടുത്തുകൊണ്ട് ആ അനുഗ്രഹങ്ങളായിട്ട് തിരിച്ചു വരുമ്പോൾ യാബോക്ക് എന്ന കടവിൽ വെച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് ദൈവം യഥാർത്ഥത്തിലുള്ള ഒരു മൽപിടുത്തം നടത്തുകയാണ്.
ദൈവദൂതനെ കണ്ട മാത്രയിൽ അവൻ ദൈവദൂതൻ ഒരു പിടുത്തം പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ. ദൈവദൂതൻ പറഞ്ഞു, എന്നെ വിടുന്ന്. മണിക്കൂറുകളോളം ഇവരിങ്ങനെ പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, യാക്കോബും ദൈവദൂതനും മണിക്കൂറുകളോളം ആ പിടുത്തം നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസമാവും, ഒരു ദിവസം ചിലപ്പോൾ ഒരു മാസമാവും, ഒരു മാസം ചിലപ്പോൾ ഒരു കൊല്ലം ഈ ദൈവത്തെ ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ട വരുന്നേ. ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ അല്ലാതെ. ഇതെനിക്ക് പണ്ടറിയായിരുന്നു. ഗാകുൽത്തേൽ വന്നിട്ട് കാര്യമില്ലടി, നമുക്ക് ഇനി കടലുണ്ടിലേക്ക് പോവാ, അവിടെയാണ് കർത്താവ് ഇരിക്കണേ. കടലുണ്ടിൽ പോയിട്ടൊന്നും കാര്യമില്ല, ഇനി വീണ്ടും അട്ടപ്പാടിലേക്ക് പോയിന്ന് കേട്ടത്, ഒന്ന് അങ്ങോട്ടാ പോവാ. ഇവിടെ ചൂടാണ്, ഇപ്പൊ തണുപ്പുള്ള സ്ഥലമാണ്, അക്കരയിലേക്ക് പോവാം നമുക്ക്, അവിടെയാണ് ഇപ്പൊ ഈശോയ്ക്ക് സുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അല്ലടി ഇപ്പൊ കൃപാസൻ അല്ലെന്ന് പറയും മാതാവിന്റെ അടുക്ക് പോയി. ഇങ്ങനെ നീ ഓടിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയും നീ ഓടാനല്ല, കർത്താവ് പറയും നീ ഒന്ന് ഇരിക്കേ, നീ ഒന്ന് ഇരിച്ചെന്നൊന്ന് പിടിക്കേ. ദൈവദൂതൻ അവസാനം ഗത്യന്തരമില്ലാതെ യാക്കോബിന്റെ തുടയിലെ എല്ലിന്റെ മുകളിൽ ഒരു ചവിട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ നിന്ന് തുടയെല്ല് മാറി. ആ വേദന സഹിച്ചിട്ടും അവനത് പറ്റുന്നില്ല. പക്ഷേ അവൻ ആ പിടുത്തം വിടുന്നില്ല. അവനറിയായിരുന്നു ഇത് കർത്താവ് അയച്ചിരിക്കുന്ന ആളാ. ഇയാളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ മുമ്പിൽ എനിക്ക് ജയിക്കാൻ പറ്റിയാൽ പിന്നെ സുനിശ്ചിതമായി അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവസാനം ഗത്യന്തരമില്ലാതെ. ആർക്ക് ഗത്യന്തരമില്ലാണ്ടാ? യാക്കോബിനല്ല കേട്ടോ. യാക്കോബൂടെ വേദന പിടിച്ചിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അവൻ ആ പിടിച്ച പിടുത്തം വിടാൻ പറ്റാതെ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പറയുകയാണ്, വിട്, ഞാനിതാ നിന്നെ അനുഗ്രഹിക്കുന്നു. എങ്ങനെ അനുഗ്രഹിക്കണേന്നറിയോ? ഇന്നു മുതൽ നീ യാക്കോബല്ല. എന്താ യാക്കോബിന്റെ അർത്ഥം? കട്ടെടുത്തവൻ, തട്ടിച്ചെടുത്തവൻ, കള്ളൻ. എന്നാൽ ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മല്ലിട്ടവൻ, ദൈവവുമായി മല്ലിട്ട് ജയിച്ചവൻ എന്നർത്ഥമുള്ള പേരായി മാറി. അന്ന് മുതൽ യാക്കോബിന്റെ പേരെന്തായി? ഇസ്രായേൽ. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അവന്റെ സന്തതി പരമ്പരകളിൽ പെട്ടവരാ ഞാനും നിങ്ങളൊക്കെ, അല്ലേ? അബ്രാഹിം ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, അടുത്ത ആരാ? യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതി പരമ്പരകളിൽ പെട്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഇന്ന് പുതിയ ഈ കാലഘട്ടത്തിലെ പുതിയ ഇസ്രായേലായ ഞാനും നിങ്ങളും ആ ദൈവത്തെ പിടിക്കണം. ആ ദൈവത്തെ പിടിച്ചുകൊണ്ട് പറയണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ദൈവമേ ഞാൻ നിന്നെ. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്കിനെടുത്തോണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഒന്ന് എഴുന്നേറ്റുന്ന എല്ലാവരും. ഒരു നിമിഷം കണ്ണുകളടച്ച് ഇരുകരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, ഇന്ന് നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ യെശയ്യാ 49, യെശയ്യാ 50:9, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. നീ ആ ഒരു വചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നേ. എൻ്റെ ദൈവമായ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ, എൻ്റെ ജീവിത നിയോഗങ്ങളുടെ മുകളിൽ എന്നെ അഭിഷേകം ചെയ്ത് എന്നെ അഭിഷേകത്തിനുടമയാക്കി എന്നെ മാറ്റുമെന്ന്. പ്രത്യേകമായി ഇന്ന് ഗാഗുൽത്ത വെള്ളിയാഴ്ചയാണ്. നിയോഗങ്ങളുടെ മുകളിൽ വലിയൊരു കുരിശിന്റെ വഴിയിലൂടെ, പ്രാർത്ഥനയിലൂടെയും വലിയൊരു അഭിഷേകത്തിന്റെ പ്രാർത്ഥനയിലൂടെയും ഇന്ന് നയിക്കപ്പെടുന്ന ഈ മണിക്കൂറുകളിൽ കർത്താവിന്റെ മുമ്പിൽ നീ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പറയണം, കർത്താവേ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല കർത്താവേ. ആ ദൈവത്തിനോട് നീ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ കേട്ടതുപോലെ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് അവർ അവിടെ ഇരുന്ന് കുറ്റം പറയുകയോ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്ത്, മറിച്ച് അവരുടെ കൈയും കാലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും അവർ അവിടെ ഇരുന്നു കൊണ്ട് അവരെ സൃഷ്ടിച്ച ദൈവമായ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ തടവറയുടെ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകിയതുപോലെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു നിമിഷം ഇരുകര
ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എല്ലാ മക്കളും സ്വർഗത്തിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ നിയോഗങ്ങളെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട്, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് സ്വരം ഉയർത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, യേശുവേ എന്ന് വിളിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇത് ഇടപെടുകയാണ്, അഭിഷേകത്തിൽ നിർത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.